കേരളത്തിൽ 2 തിരഞ്ഞെടുപ്പിൻ്റെ ആരവം മുഴങ്ങുകയാണ്. ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ്. അത് മിക്കവാറും ഒക്ടോബർ അവസാനത്തോടുകൂടി പ്രഖ്യാപിക്കാനും അല്ലെങ്കിൽ നവംബർ ആദ്യം പ്രഖ്യാപിക്കാനും ഡിസംബറിൽ നടക്കാനും സാധ്യതയുണ്ട്. അതിനെ തുടർന്ന് അതിൻ്റെ ഒരു ശ്വാസം ഒന്ന് വിടുന്നതിന് മുമ്പ് അതിൻ്റെ റിസൾട്ടുമൊക്കെ വന്ന് പഞ്ചായത്തുകളിലേക്ക് ആളൊക്കെ വരുന്ന സമയത്ത് തന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസം 4 മാസത്തിനകത്ത് പിന്നെ ബഡ്ജറ്റ്, നിയമസഭയൊക്കെ കൂടി മെയ്ക്ക് മുമ്പ് അടുത്ത തിരഞ്ഞെടുപ്പും വരും. അപ്പോൾ ചുരുക്കത്തിൽ ഒരു അടുത്തൊരു 5-6 മാസത്തിനുള്ളിൽ 2 തെരഞ്ഞെടുപ്പ് വരും. അതിൽ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ്. ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ളതാണ്. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് മൂന്നാം ഊഴം പിണറായി സർക്കാരിന് വരാൻ കഴിയുമോ എന്നുള്ളതാണ്. ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത് പിന്നെ പറയുന്നൊരു ചോദ്യമായിരിക്കും. എന്നാലും ഇപ്പോഴത്തെ പിണറായി സർക്കാർ LDF സർക്കാരിന് വരാൻ കഴിയുമോ എന്നുള്ളതാണ്. പണ്ട് രണ്ടാം പിണറായി സർക്കാർ വന്നതിന് പറഞ്ഞ ഒരു ന്യായം, കിറ്റ് കൊടുത്ത് പ്രളയത്തോടനുബന്ധിച്ച് ലക്ഷക്കണക്കിന് ആളുകൾക്ക് കിറ്റ് കൊടുത്തുകൊണ്ട് കിറ്റ് സർക്കാർ എന്ന ആക്ഷേപം കേട്ടെങ്കിൽ ഇപ്രാവശ്യം കിറ്റ് കൊടുക്കുന്നില്ല. പകരം വേറെ കുറേ പ്രഖ്യാപനങ്ങളാണ് വരാൻ പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട 1-2 പ്രഖ്യാപനങ്ങളെക്കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്തെ പ്രഖ്യാപനം ശമ്പള പരിഷ്കരണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ശമ്പള പരിഷ്കരണം ഒരുപക്ഷെ പരിഷ്കരണ കമ്മീഷന് വയ്ക്കാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ അത് മറ്റു രൂപത്തിൽ പരിഷ്കരണം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ധനവകുപ്പിൽ നടക്കുന്നത് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക എന്നുള്ള പേപ്പറുകൾ, അഷ്വേർഡ് പെൻഷൻ കൊടുക്കണമെന്നുള്ള, അഷ്വേർഡ് പെൻഷൻ കൊടുക്കും, ഉറപ്പുള്ള പെൻഷൻ കൊടുക്കും, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്നുള്ള പഠന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. പക്ഷേ ആ ഫയൽ വളരെ ചടിലമായി ധനവകുപ്പിൽ നീങ്ങുന്നു എന്നാണ് ഇരുന്നത്. അങ്ങനെ ആയാൽ ധനവകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും പാർട്ടിയുടെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പിന്നെ ഗോവിന്ദ മാഷും കൂടി ചർച്ചയായി കഴിഞ്ഞാൽ, പിന്നെ ഇടതുപക്ഷ മുന്നണിയുടെ മീറ്റിങ്ങിലൊക്കെ കൂടെ വച്ചു കഴിഞ്ഞാൽ അഷ്വേർഡ് പെൻഷൻ എന്ന സ്കീം കൊണ്ടുവരികയും ഉറപ്പുള്ള പെൻഷൻ എന്ന സ്കീം കൊണ്ടുവരികയും തത്വത്തിൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുകയും ചെയ്യുന്ന നീതിയിലേക്കാണ് പോകുന്നത്. നാഷണൽ പെൻഷൻ സ്കീം, കേന്ദ്ര പെൻഷൻ സ്കീം ഇവിടെയുണ്ട്. അതിൽ കുറേ പേര് മാറി, കുറേ പേര് മാറിയില്ല. അതിനകത്തുള്ള ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്. ആ കൺഫ്യൂഷൻ്റെ ഇടയിലാണ് പങ്കാളിത്ത പെൻഷൻ, ജനങ്ങൾ കൂടി ജീവനക്കാർ കൂടി പൈസ ഇട്ടുകൊണ്ടുള്ള പങ്കാളിത്ത പെൻഷനും പെൻഷൻ പ്രായം 60 വയസ്സാകുന്നതുമായിട്ടുള്ള കുറേ പരിഷ്കാരങ്ങൾ വന്നു. ഇതിനെല്ലാം മാറ്റം വരികയാണ്. അപ്പോൾ വീണ്ടും ഇത് മാറ്റം വരുമ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ ആ സ്കീം അനുസരിച്ച് കയറിയ ഉദ്യോഗസ്ഥർക്ക് 56 വയസ്സായിട്ട് നിൽക്കുമോ, അല്ലെങ്കിൽ അവരുടെ പിന്നെ ഇതുവരെ പിടിച്ച പൈസ തിരിച്ചു കൊടുക്കുമോ, അത് ലയിപ്പിക്കും, ഇങ്ങനെ കുറേ സാങ്കേതിക കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടി വരുന്ന ദിവസങ്ങളിൽ അറിയാം. എന്തായാലും പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനുള്ള സാധ്യതയാണ് ഗൗരവമായി കാണുന്നത്. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ധനവകുപ്പിൽ ഫയലായിട്ടുണ്ട്. അത് ഇപ്പോൾ പെട്ടെന്ന് പ്രഖ്യാപിക്കാൻ കാരണം, അല്ലെങ്കിൽ പ്രഖ്യാപിക്കാനുള്ള നടപടികൾ എടുക്കാൻ കാരണം തെരഞ്ഞെടുപ്പാണ്. പക്ഷേ അഷ്വേർഡ് പെൻഷൻ്റെ ഒരു പ്രോസസ്സിലൂടെ വന്നതാണ്. അങ്ങനെ ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നൊരു കാര്യമാണ്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കും, പകരം ഇപ്പോൾ വരാൻ പോകുന്നൊരു അഷ്വേർഡ് പെൻഷനാണ്. ഉറപ്പുള്ള പെൻഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റിലുള്ള പെൻഷൻ വരുന്നു. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനാണ് ധാരണയായിട്ടുള്ളതെന്നാണ് അറിയുന്നത്. ഇനി പൊളിറ്റിക്കൽ തീരുമാനം മാത്രം മതി എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥരെ മോഹിപ്പിക്കുന്ന, പ്രത്യേകിച്ച് ഭരണകക്ഷി സംഘടനകൾക്ക് ആഹ്ലാദം നൽകുന്ന അവർ, കണ്ടോ നമ്മുടെ ഗവൺമെൻറ് ഇതൊക്കെ ചെയ്തില്ലേ, വീണ്ടും വോട്ട് ചെയ്തോളൂ എന്ന് പറയുന്ന പുതിയ രൂപത്തിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചേക്കും എന്നാണ് ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ.